ഒരു ദിവസം ജോലി കഴിഞ്ഞിട്ട് വളരെ ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് വന്നാൽ എനിക്ക് കിട്ടിയ ചെറിയൊരു പണിയുടെ കഥയാണ് കേട്ടോ എന്ന് പറയാൻ പോകുന്നത്. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു അടിപൊളി ബോക്സ് ഇരിക്കണം. നോക്കിയപ്പോൾ എൻ്റെ പേരൊക്കെ കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ അതും കൊണ്ട് വീടിനകത്ത് കയറി പോന്നു. ആരോ സ്നേഹത്തോടെ എനിക്കൊരു കൊറിയർ അയച്ച് നല്ല ഹാപ്പി ആയിട്ട് ഞാനതൊക്കെ എടുത്തിട്ട് വന്ന് ക്യാമറയൊക്കെ ഓണാക്കി അങ്ങ് വെച്ച് നോക്കിയപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ആരോ ഒരുപാട് ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. കത്രിക കൊണ്ട് അതൊരു പരീക്ഷണം നടത്തി, പിന്നെ കത്തി കൊണ്ട് പരീക്ഷണം നടത്തി. എന്തായാലും അതിനുള്ളിൽ എന്താണെന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷയുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ കൊറിയറൊക്കെ വന്നാലും എന്താണെന്നറിയാതെ നമ്മളോട് ആരും പറയാതെ അയക്കണമെങ്കിൽ തുറന്നു നോക്കരുതെന്ന്. വീട്ടിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നെ എന്തായാലും പൊട്ടിച്ച് നോക്കാമെന്ന് വെച്ചു. ആരോടൊന്നും പറയാനും ചോദിക്കാനും ഒന്നിനും പോയില്ല. ഒരു പണി പെടുമെന്ന് മനസ്സിലായെങ്കിലും കത്തി എടുത്തുകൊണ്ട് വന്ന് പിന്നെ ടേപ്പൊക്കെ മുറിച്ചെടുത്ത് എന്തായാലും എനിക്കറിയണം എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന്. ക്ഷമ ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടി പൊട്ടിച്ചെടുത്ത് നോക്കാതെ വേറെ വഴിയില്ല. പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യണതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇതെല്ലാവരും അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനതൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു കൊറിയർ വന്നാലൊക്കെ എന്തോന്നായിരിക്കുന്നതെന്ന്. പക്ഷേ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടേ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ എനിക്ക് എല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയും മനസ്സിലാവും കേട്ടോ. നല്ല എരിവുള്ള മിച്ചർ, അതുപോലെ വെളിച്ചെണ്ണയിലുണ്ടാക്കിയ മുറുക്ക്, അവലോസുണ്ട, പിന്നെന്തുവാ പിന്നെ മുറുക്ക്, പിന്നെ പഴം വറുത്തത്, പിന്നെ അച്ചാറ്, വീണ്ടും അച്ചാറ്, കപ്പ വറുത്തത്, അവലോസ് പൊടി, എൻ്റെ ഫേവറേറ്റ് സ്പെഷ്യൽ മിക്സർ, പിന്നെ കൊക്ക് വട. ഇതെല്ലാം തന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത്. പിന്നെ ഇതിലെന്തോ സർപ്രൈസ് ഉണ്ട്, നമുക്ക് നോക്കാം.